ബിജി ഹിലാൽ ഈ മൃദംഗനാദം പരിപാടിയിൽ താങ്കളുടെ മകൾ പങ്കെടുത്തിരുന്നോ? അവിടെ പോലീസ് സുരക്ഷ വേണ്ട വിധത്തിലുണ്ടായിരുന്നില്ല. ഇവിടെ ഈ 12,000 കുട്ടികൾ, അവരുടെ രക്ഷിതാക്കൾ, കാണാനെത്തുന്നവർ എന്നടക്കം വലിയ ആൾക്കൂട്ടം, ഒരു 1.5 ലക്ഷം പേർ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു എന്നാണ് കണക്ക്. അപ്പോൾ അവരെ നിയന്ത്രിക്കാനോ അവരെ അങ്ങോട്ടും അകത്തേക്ക് കൊണ്ടുവിടാനോ ഒക്കെയുള്ള പോലീസ് സംവിധാനം കൃത്യമായി ക്രമീകരിച്ചില്ല. ഇതൊക്കെ തന്നെയും സംഘാടകരാണ് ചെയ്തതെന്നാണ് ഞാൻ കേട്ടത്. എത്രത്തോളം അതിൽ ശരിയുണ്ട്? അതുപോലെ ആ സ്റ്റേജിൻ്റെ നില, സ്റ്റേജിൽ സ്ലോപ്പ് ഉണ്ടായിരുന്നു എന്ന് അവിടെ നൃത്തം ചെയ്ത പാരീസ് ലക്ഷ്മി പിന്നീട് പരാതിപ്പെട്ടതായി പിന്നീട് നൃത്ത പരിപാടിക്ക് എത്തിയ മറ്റൊരു സെലിബ്രിറ്റി പറയുകയുണ്ടായി. അവരുടെ പരിപാടി നടന്നില്ല. അതിനു മുമ്പ് തന്നെ ഉമാ തോമസിന് അപകടം സംഭവിക്കുകയായിരുന്നു. സ്മൃതി, ഇങ്ങനെയൊരു പരിപാടി അവിടെ സംഘടിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് കൈ കഴുകി പോകുന്ന കുറേയധികം ആൾക്കാർ ഇവിടെയുണ്ട്, കുറേയധികം അതോറിറ്റികൾ. GCDA എന്ന് പറയുന്നത്, GCDAയിൽ നമ്മൾ സ്ക്വയർ ഫീറ്റ് കണക്കിനാണ് നേരത്തെ പുറത്തുള്ള ഗ്രൗണ്ട് വാടകയ്ക്ക് കൊടുക്കുന്നത്. അകത്തത് അവർ 8 ലക്ഷം രൂപയാണ് ഒരു ദിവസത്തെ കളിക്ക് ചാർജ് ചെയ്യുന്നത്. ഇത് 9 ലക്ഷം രൂപയ്ക്കാണ് വാടകയ്ക്ക് കൊടുത്തത്. എസ്റ്റേറ്റ് വിഭാഗത്തിൽ ഇവർ ചെന്ന് കഴിഞ്ഞതിന് ശേഷം ഇവർക്ക് കോർപ്പറേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുറേ അനുമതികൾ നേടിയെടുക്കാനുണ്ടായിരുന്നു. കോർപ്പറേഷൻ നേരിട്ട് എന്ന് ഇവർ ടിക്കറ്റിനെ കുറിച്ച് പറയണമായിരുന്നു. അതിന് എത്രയാണോ ഇവരെ കോർപ്പറേഷൻ കൗൺസിൽ യോഗം തീരുമാനിക്കുന്ന ടാക്സ് 10% 10%, അങ്ങനെ ഒരുപാട് നടപടിക്രമങ്ങൾക്ക് ശേഷം മാത്രം കിട്ടേണ്ട ഒന്നാണ് യഥാർത്ഥത്തിൽ ഈ പറയുന്ന സ്റ്റേഡിയം. ഒക്ടോബർ 4 ഇതിലെ പ്രതിയായ ഷമീർ അബ്ദുൾ റഹീം ആദ്യമായിട്ട് സ്റ്റേഡിയത്തിൽ നിന്നുകൊണ്ടൊരു പടമിടുന്നത്, ഒരു ഫോട്ടോ അയാളുടെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുന്നത്. അതിനുശേഷം ഈ ടിക്കറ്റ് വിൽക്കുന്ന കാര്യങ്ങളും എല്ലായിട്ട് 3-4 മാസം തകൃതിയായി ഇവരുടെയൊക്കെ പേജിൽ മൃദംഗനാദവും മൃദംഗനാദത്തിൻ്റെ ടിക്കറ്റ് വിൽപ്പനയും ഈ ടർഫും എല്ലാം കാണിക്കുന്നുണ്ട്. അപ്പോഴും ഇവിടെ GCDAയുടെ ചെയർമാൻ ചന്ദ്രൻ പിള്ള, മേയർ അനിൽകുമാർ, ഇവരാരും എല്ലാവരും പഴിചാരി അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോവുകയാണ്. ഇത് MLA വീണതുകൊണ്ട് മാത്രമാണ് ഇതൊരു വലിയൊരു ചർച്ചയും കാര്യങ്ങളും ഒക്കെ ആയത്. കുട്ടികളുടെ സുരക്ഷയെക്കുറിച്ച് ചോദിച്ചത് പറയാം. കുട്ടികളുടെ സുരക്ഷയെന്ന് പറഞ്ഞാൽ കുട്ടികളിലെല്ലാം അവിടെ വാടിത്തളർന്ന് നിന്ന് കയറ്റിവിടാൻ പോലും പറ്റാതെ അവരുടെ QR കോഡ് വർക്ക് ചെയ്യാതെ വന്നിട്ട് പോലീസ് സംവിധാനത്തിലൂടെ കയറ്റിക്കൊണ്ടുപോയി എന്നും പറയുന്നു. യഥാർത്ഥത്തിൽ നമ്മൾ പരിശോധിക്കുമ്പോൾ വീഴ്ച ആരുടെ? GCDAയുടെ വീഴ്ചയുണ്ട്, കോർപ്പറേഷൻ്റെ വീഴ്ചയുണ്ട്. കോർപ്പറേഷൻ ഇപ്പം GCDAയുടെ കാര്യം അവിടെ നിൽക്കട്ടെ. കോർപ്പറേഷൻ GCDAയുടെ കാര്യത്തിൽ ചന്ദ്രൻ പിള്ള ചെയർമാൻ്റെ തലയിൽ വെക്കുമ്പോൾ കോർപ്പറേഷൻ ഈ അടുത്ത് 2 പരിപാടികൾക്ക് സ്റ്റോപ്പ് മെമ്മോ കൊടുത്തില്ലേ? അപ്പോൾ സ്റ്റോപ്പ് മെമ്മോ കൊടുത്ത 2 പരിപാടികളും GCDA ഇവരറിഞ്ഞിട്ടില്ലേ? കോർപ്പറേഷൻ അറിഞ്ഞിട്ടില്ലേ? ഇവിടെ ഇത്രയും കുട്ടികൾ വരുന്നു, അവിടെ ഒരു ഫയർ വന്നു കഴിഞ്ഞാൽ ഒരാളും രക്ഷപ്പെടില്ല. കേരളമല്ല ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ദുരന്തമായി മാറുമായിരുന്നു. GCDA അവിടെ ഇത് കൊടുക്കുന്ന സമയത്ത് ടർഫിൻ്റെ മേളിൽ ടൈൽസ് ഇട്ടുകൊണ്ട് ഒരു പരിപാടി നടത്തുന്ന ഒരു ആലോചന നേരത്തെ ഉണ്ടായിരുന്നു. GCDA ഇവരുടെ ഇപ്രാവശ്യത്തെ ബഡ്ജറ്റിൽ കയറ്റിയ ഒരു കാര്യമാണ് ഈ പറയുന്ന പോലെ ഇങ്ങനെ സ്റ്റേഡിയം വിട്ടുകൊടുക്കുന്ന കാര്യം. അതിനുശേഷം ഇതിന് യാതൊരു സുരക്ഷാ മാനദണ്ഡങ്ങളും ആരും പരിശോധിച്ചില്ലെന്ന് വേണം പറയാൻ. കുട്ടികളുടെ കാര്യം ഇവിടെ നിൽക്കട്ടെ. രണ്ടാമത് കമ്മീഷണർ, ADGP, MP, MLA, മന്ത്രി ഇവരെല്ലാം പങ്കെടുക്കുന്നു. പോലീസിൻ്റെ റോൾ എന്തായിരുന്നു അവിടെ? പോലീസ് ഏത് തരത്തിൽ അതിൻ്റെ പരിശോധനകൾ നടത്തി ഫിറ്റ്നസ് കൊടുത്തു? ഇത്രയധികം കുട്ടികൾ വരുന്നു, 7 ഗേറ്റാണ് GCDAയുടെ ഗ്രൗണ്ടിലേക്ക് ഓപ്പൺ ആക്കുന്നത്. ഒരപകടം വന്നാൽ എങ്ങനെ രക്ഷപ്പെടും തുടങ്ങി നിരവധി വീഴ്ചകളുടെ മാത്രം ഒരു മൃദംഗനാദമാണ് നമ്മളവിടെ കണ്ടത്. താങ്കളുടെ മകൾ പരിപാടിയിൽ പങ്കെടുത്തിരുന്നു. പങ്കെടുത്ത ശേഷം അവിടെ ഈ അപകടം നിങ്ങൾ നേരിട്ട് കണ്ടോ? അതോ ആരെ അറിയിക്കാതെ തന്നെ അപകടത്തിന് ശേഷം ഉമാ തോമസിനെ അവിടെ നിന്ന് കൊണ്ടുപോവുകയായിരുന്നു? ഫ്രണ്ട് റോയിലുണ്ടായിരുന്ന കുറച്ച് പേർ മാത്രമേ അപകടം കണ്ടുള്ളൂ. ആ അപകടം നേരിട്ട് കണ്ട ഒരു രക്ഷിതാവ് കഴിഞ്ഞ ചർച്ചയിൽ നമ്മോടൊപ്പം പങ്കെടുക്കുകയും ചെയ്തിരുന്നു. ആ അപകടം കണ്ടിരുന്നോ? ഇല്ല. എനിക്ക് സ്റ്റേഡിയത്തിൽ 3 കടമുറികളുണ്ട് GCDAയുടെ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് സ്റ്റേഡിയത്തിലെ ചില നിയമങ്ങൾ ചേർത്ത് പറഞ്ഞത്. അപ്പോൾ സ്റ്റേഡിയത്തിൽ എനിക്ക് പരിചിതമാണ്, എൻ്റെ മകൾക്ക് പരിചിതമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ 18 വയസ്സ് കഴിഞ്ഞ ആളാണ്, തന്നെ പോയി വരാം, എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിലും അവൾ വിളിച്ചാൽ എനിക്ക് മാനേജ് ചെയ്യാൻ അവിടെ ആൾക്കാരുണ്ട്. അതുകൊണ്ട് ഞാൻ പോയിരുന്നില്ല, ആ പരിപാടിയിൽ പോയിരുന്നില്ല. പക്ഷേ വീഴ്ചയുടെ കാര്യം പരിശോധിച്ച് കഴിയുമ്പോൾ ഞാൻ പറയാം, നിസ്സാരമായൊരു കടമുറി എടുത്തവരെ പോലും നടത്തി ബുദ്ധിമുട്ടിക്കുന്ന GCDA ആണത്, നടത്തി ബുദ്ധിമുട്ടിക്കുന്ന. ഇന്നിപ്പോൾ സസ്പെൻഷനിലായിരിക്കുന്ന ഉഷ എന്ന് പറയുന്ന എഞ്ചിനീയറിംഗ് ഡിവിഷനിലെ AXC ആണ്, സൈറ്റ് എഞ്ചിനീയർ അല്ല. സൈറ്റ് എഞ്ചിനീയർ അനിൽ വർഗീസാണ്. അപ്പോൾ ഈ സൈറ്റ് എഞ്ചിനീയർ അതിന് തൊട്ടടുത്തുണ്ടായിട്ടും ഇവർ ഇത് വളരെ ബുദ്ധിപൂർവ്വം ആരുടെയോ നിർദ്ദേശപ്രകാരം, ഇതാരും അറിയാത്തവരൊന്നുമല്ല. ഈ കൃഷ്ണകുമാർ എന്ന് പറയുന്ന ഇതിലെ ഒരു പ്രതി അവിടെ ഹെലികോപ്റ്റർ പറത്തുന്ന ഒരു സംവിധാനം ഇടയ്ക്കുണ്ടായിരുന്നു, കുറച്ചുനാൾ നടത്തിയിട്ട് നിർത്തി. അത് അദ്ദേഹമായിരുന്നു നടത്തിയിരുന്നത്, ഈ കൃഷ്ണകുമാറാണ്. അപ്പോൾ അത് മറൈൻ ഡ്രൈവിലും ഇവിടെയും എല്ലാം ഈ ഹെലികോപ്റ്റർ പറത്താനുള്ള ആൾക്ക് GCDAയുമോ കോർപ്പറേഷനോ ആയിട്ടോ ഒന്നും ഒരു ബന്ധവുമില്ലായിരുന്ന ആളല്ല, അവിടുത്തെ നിയമങ്ങൾ അറിയാത്ത ആളല്ല.
ഇവിടെ സൈറ്റ് എഞ്ചിനീയർ എന്ന് പറയുന്ന ആൾക്ക് അവിടെ ഒരു ചെറിയ കമ്പി നാട്ടിയാൽ, ഞാൻ കൃത്യമായി പറയാം, നമ്മുടെ കടയുള്ള കാലത്ത് അവിടെ ഒരു ബോർഡ് വെക്കണമെങ്കിൽ പോലും അധികാരമില്ല. അങ്ങനെ ഒരു എന്തെങ്കിലും ഒരു കുഴിച്ചിടാൻ എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ തുടങ്ങുന്നതിന് മുമ്പ് വന്ന് സ്റ്റോപ്പ് ചെയ്യിപ്പിക്കുന്നവരാണ് GCD അധികാരികൾ. അപ്പോൾ ശനിയാഴ്ച ശരി, കോർപ്പറേഷൻ്റെ ചെയർമാനെ നേരിട്ട് കാണുന്നു, ഈഗോയുടെ പേരിലല്ല എങ്കിലും ഞാൻ ഈ പരിപാടിയിൽ വരുന്നില്ല എന്ന് അദ്ദേഹം പറയുന്നു. പക്ഷേ റവന്യൂ അധികാരികളെ വിളിച്ചു വരുത്തിക്കൊണ്ട് ഇതിലെ ടിക്കറ്റിൻ്റെ പിരിവുണ്ട്, തലേദിവസമല്ല ടിക്കറ്റിന് തീരുമാനമാകുന്ന, മാസങ്ങൾക്ക് മുമ്പ് ടിക്കറ്റ് വിൽപ്പന തുടങ്ങിയിട്ടുണ്ട്, അതിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം എന്തായി? HI പോകുന്നു, അവിടെ ഒരു ക്രൗഡ് വരുന്നതുകൊണ്ട് HI അവിടെ പോകണം. അത് കഴിഞ്ഞ് എന്തുകൊണ്ട് കോർപ്പറേഷൻ സെക്രട്ടറി ഇതറിഞ്ഞില്ലേ? അത് കഴിഞ്ഞ് ഇവരെ ഈ കാര്യങ്ങളെല്ലാം നേടിയെടുക്കാതെയും ഈ പരിപാടി നടത്തുന്നു. പക്ഷേ കൃത്യമായ നിർദ്ദേശം അവിടെ ഉണ്ടായിരുന്നു. എന്താണെന്ന് പറഞ്ഞാൽ, നിങ്ങൾ തലേ ദിവസം രാത്രിയിൽ ഇതിൻ്റെ പണി നടത്തിക്കോ, കാര്യം ഞായറാഴ്ച GCDയുടെ ഓഫീസ് അവധിയാണ്, അല്ലെങ്കിൽ കോർപ്പറേഷൻ്റെ ഓഫീസ് അവധിയാണ്, താൽക്കാലികമായി ഇത് നിർത്താൻ ആരും ഔദ്യോഗികമായി അവിടെ വരില്ല, അന്ന് രാത്രി തന്നെ ഈ പന്തൽ അഴിച്ചു മാറ്റാൻ അല്ലെങ്കിൽ ഈ സ്റ്റേജ് അഴിച്ചു മാറ്റാനും തീരുമാനമുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതിനൊക്കെ ഒരു മൗന അനുവാദം GCDയുടെ മാത്രമല്ല, GCDA, കോർപ്പറേഷൻ, പോലീസ് എല്ലാവരുടെ ഭാഗത്തു നിന്നും കൃത്യമായ പരിശോധനകളില്ലാതെ നടത്തിയ മൗന അനുവാദത്തോടെ നടന്നിട്ടുള്ള ഒരു വലിയ സാമ്പത്തിക തട്ടിപ്പ് കൂടെ ചേർന്നുള്ള ഒരു വലിയ സ്കാം തന്നെയാണെന്നുള്ളതിൽ ഒരു സംശയവുമില്ല.